അല്ല, എന്താണ് ഈ സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് അറിയാം? നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സേവ് ചെയ്യാനും നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനും ഈ ഒരു സംഭവം എന്തായാലും ഉപകാരപ്പെടും. എന്താന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളും നിങ്ങളെ ചങ്ങായി കൂടി ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷോപ്പ് ഇട്ടു. ഈ ഷോപ്പ് ഒരു 5-6 മാസങ്ങൾ റൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾ റൺ ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആവുന്നില്ല എന്ന് മാത്രമല്ല ലോസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണത് ഫെയിൽ ആണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാണ് ഇത് പ്രോഫിറ്റബിൾ ആയി കൊണ്ടുപോകാൻ കഴിയൂല. ഈ ഒരു പോയിന്റിൽ ചില ആൾക്കാർ എന്ത് ചിന്തിക്കും, ഇനി ഇത് വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല, ഷോപ്പ് പൂട്ടി പോകുന്ന തീരുമാനിക്കും. ഈ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരുണ്ട്, ഞാൻ 10 ലക്ഷം രൂപ മുടക്കിയതല്ല, ഇതിനു വേണ്ടി ഇത്ര എഫേർട്ടും ടൈമും ചെലവാക്കിയില്ല, എങ്ങനെ ഞാൻ ഒരു സംഭവം ഒഴിവാക്കി പോവാന്നുള്ളൊരു തോട്ട് വരും. ഇതാണ് സങ്ക് കോസ്റ്റ്. ഏത് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത ടൈം, എഫേർട്ട്, മണി ഇതൊക്കെ കൂടിയതാണ് സങ്ക് കോസ്റ്റ്. ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭാവിയിൽ ഒരിക്കലും നമുക്ക് ബെനിഫിറ്റ് ആവൂല എന്ന് ഉറപ്പുള്ള ഒരു സംഭവത്തിൽ വീണ്ടും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നതിനാണ് ഈ ഒരു സംഭവം പറയാം. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ബെറ്റർ തന്നെ കിട്ടുക എന്നുള്ളതാണ്. ഇത് ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ, ഫിലിം കാണാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിന്റെ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ജീവിത സാഹചര്യത്തിലും ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും.